ഒരിക്കലും ജീവിതത്തിൽ നന്മ ചെയ്യാത്ത ആ മനുഷ്യനെ നിങ്ങൾ ഇത്ര പരിഗണിച്ചതെന്ന് ചോദിച്ചപ്പോ ആ തുറന്ന പേജില് അദ്ദേഹം കാണുന്നത് ഇസ്മ മുഹമ്മദ്. പിൻകാല എന്റെ നബിയോടാണ് എനിക്കു പ്രേമം, സ്നേഹക്കടലോടാണ് എനിക്കു ദാഹം. മൻ സ്വല്ല അലയ്യ ഫീ കുല്ലി യൗമിൻ 500 മറ, ഒരു ദിവസം എന്റെ പേരിൽ 500 സ്വലാത്ത് നിത്യേന ചൊല്ലി വന്നാൽ ലം യഫ്തഖിർ അബദാ ഖാല റസൂലുള്ളാഹി. അവന് പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല. എല്ലാവർക്കും പ്രശ്ന, സാമ്പത്തിക മാന്യം, കച്ചവട മാന്യം, ഗൾഫ് മാന്യം, ഗൾഫാകെ ഡിമ്മ്, കച്ചവടാകെ ഡിമ്മായി പോയി, ഡൗണായി പോകുന്നു. എല്ലാവർക്കും പ്രശ്നം. കച്ചവടം എല്ലാവർക്കും തന്നെ. എല്ലാവർക്കും പറയാനുള്ളത് ഇതാ, ഉസ്താദെ ഇത് വാർക്കണം, ആകെ പിടുത്തം മുട്ടിക്കണം. എല്ലാവർക്കും പറയാനുള്ളത് ഇതാണ്. എന്നാ ഞാൻ പറയട്ടെ, ഉമ്മമാരെ, നിങ്ങളെ ഭർത്താക്കന്മാര് ഗൾഫ് നാടിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടോ? ജോലിയിൽ പ്രയാസം നേടുന്നുണ്ടോ? ഉണ്ടായിരുന്ന ഐശ്വര്യം നഷ്ടപ്പെടുന്നു എന്ന തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടോ? പരിഹാരമുണ്ട്. എന്താ പരിഹാരം? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മൻ സ്വല്ല അലയ്യ ഫീ കുല്ലി യൗമിൻ 500 മറ, 500 പ്രാവശ്യം സ്വലാത്ത് ദിനം പ്രതി ഒരാൾ ചെല്ലുന്നുവെങ്കിൽ ലം യഫ്തഖിർ അബദാ, ഒരിക്കലും അവൻ ദാരിദ്ര്യത്തിൽ അകപ്പെടൂല. കണ്ടോ മുഅ്മിനീങ്ങളെ, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ല അലയ്യ ഫീ യൗമിൻ 1000 മറ, ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ ലം യമൂത്ത് ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന, ഒരു ദിവസം 1000 സ്വലാത്ത് ചെല്ലുന്ന മനുഷ്യൻ അവൻ മരിക്കുന്നില്ല. അവന്റെ സ്വർഗത്തിൽ അവന്റെ ഇരിപ്പിടം, അവന്റെ പാർപ്പിടം അവൻ കണ്ടിട്ടല്ലാതെ, മരണത്തിനു മുമ്പേ സ്വർഗത്തിൽ അവന്റെ വാസസ്ഥലം അവൻ കണ്ടിട്ടല്ലാതെ അവൻ മരിക്കുന്നില്ല. മൻ സ്വല്ലാ അലയ്യ ഫീ യൗമിൻ 1000 മറ ലം യമൂത്ത് ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന. സ്വദഖ റസൂലുള്ളാഹി. എന്തിനാണ് സ്വലാത്ത് പറയാൻ പരിഹാരമല്ലാത്തത്? നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞോ, ആ വിഷയത്തിന് പരിഹാരമായി ഹദീസിലോ മഹാന്മാരുടെ വാക്യങ്ങളിലോ സ്വലാത്തിനെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഖാല കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, മഹാനായ കഅബുൽ അഹ്ബാർ തങ്ങൾ പറയുന്നു, ഔഹല്ലാഹു അസ്സ വജല്ല ഇലാ മൂസ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബിയിലേക്ക് വഹ്യ് കൊടുത്തു. ഫീ ബഅദി മാ ഉഹിയ ഇലൈഹി, വഹ്യ് കൊടുത്ത കൂട്ടത്തിലായി വഹ്യ് കൊടുക്കുന്നു. യാ മൂസാ അതുഹിബ്ബു അല്ലാ യനാലക മിൻ അത്ശി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് കടുത്ത ദാഹം സഹിച്ച് എല്ലാവരും നഫ്സി 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 എന്ന് പറഞ്ഞ് പരക്കം പായുന്ന സന്ദർഭമില്ലേ? എങ്കിൽ മൂസ നബിയേ, ദാഹം തീരെ എത്താതെ വല്ലാത്ത സന്തോഷത്തിലാവണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ മൂസ? മൂസ നബി പറഞ്ഞു, ഇലാഹി നഅം, അതേ റബ്ബേ, ആഖിറത്തിലെ ദുരിതമേറിയ ദാഹം എനിക്കുണ്ടാവാൻ പാടില്ല. അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുമ്പോ മൂസ നബിയോട് അല്ലാഹ് പറഞ്ഞു, ഫാക്സിരി സ്വലാത്ത അലാ മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്ത് പെരുപ്പിച്ചോ. ദുനിയാവിന്റെ സുഖമല്ല വലിയ സുഖം, ആഖിറത്തിന്റെ സുഖമാണ്. ഈ ദുനിയാവിൽ സുഖിച്ചവനും സുഖമില്ലാത്തവനോ, സമ്പന്നനും മുതലാളിയും തൊഴിലാളിയും, സമ്പന്നനും പണക്കാരനും പണിക്കാരനും, അതേ ടെറസിന്റെ വീട്ടിൽ കഴിഞ്ഞവനും കഴിയാത്തവനോ, ചെറ്റക്കുടിലിൽ കഴിഞ്ഞവനുമല്ലാത്തവനോ, എല്ലാവരും ഈ ദുനിയാ വിട്ടേച്ചുകൊണ്ട് ആഖിറത്തിലേക്ക് പോകൂലേ? ഈ ദുനിയാവിൽ നിന്ന് ഒരു ദിവസം നമ്മൾ കൂടിറങ്ങി എല്ലാ സുഖങ്ങളും ഇട്ടേച്ചു പോകും. ആഖിറത്തിലേക്ക് എത്തിയാലോ
എങ്ങോട്ട് പോകാനാ? അവിടം വിട്ടേക്ക് മറ്റൊരിടത്തേക്ക് നമുക്ക് പോകാനില്ല. ഈ ദുനിയാവ് നശ്വരമാണെങ്കിൽ ആഖിറം അനശ്വരമാണ്. ഈ ദുനിയാവ് ശാശ്വതമല്ലെങ്കിൽ ആഖിറം ശാശ്വതമാണ്. ഈ ദുനിയാവിന് അവസാനമുണ്ടെങ്കിൽ ആഖിറത്തിന് അവസാനമില്ല. അത് അനശ്വരമായ അനന്തമായി നീണ്ടുപോകുന്ന ഒരു ലോകമാണ്. ആ ലോകത്തിന്റെ സുഖമാണ്. അവിടെ ദാഹിക്കാൻ പാടില്ല, അവിടെ വിഷമിക്കാൻ പാടില്ല, അവിടെ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. വഴുത് കേൾക്കുന്ന ഉമ്മ, ആഖിറത്തിൽ ഒരു തിരിദാഹമില്ലാതെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് പരക്കം പായാതെ വളരെ സന്തോഷത്തോടെ നിനക്ക് കഴിഞ്ഞുകൂടണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ നിനക്കൊരു സമ്മാനം തരാ. സ്വലാത്ത് ചൊല്ലിക്കോ. എപ്പോഴും നിന്റെ ചുണ്ടുകൾ സ്വലാത്ത് കൊണ്ട് പച്ച പിടിക്കട്ടെ. അനാവശ്യ സംസാരങ്ങൾക്ക് നീക്കിവെക്കുന്ന സമയം, ചാറ്റിങ്ങിന് നീക്കിവെക്കുന്ന സമയം, അനാവശ്യം കാണാനിരിക്കുന്ന സമയം, ചാനലിന്റെ മുന്നിലിരുന്നു കൊണ്ട് സീരിയൽ വിട്ടുപോവാതെ കാണുന്ന 1.5 മണിക്കൂർ സമയമുണ്ടല്ലോ, അത് നിന്റെ ആഖിറത്തിന്റെ ഗുണത്തിന് വേണ്ടി ഹബീബ് തങ്ങളെ പേരിൽ 1000 സ്വലാത്ത് ചൊല്ലി പതിവാക്കിയാൽ ആ മനുഷ്യൻ ലം യമുത്ത് ഹത്താ യറാ മഖ്അദഹു മിനൽ ജന്ന, സ്വർഗത്തിൽ അവന്റെ വാസസ്ഥലം അവൻ കണ്ടിട്ടല്ലാതെ അവൻ മരിക്കുന്നില്ല. ആഖിറത്തിൽ ദാഹമില്ലാതെ രക്ഷപ്പെടണമെങ്കിൽ മൂസ നബിയെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. പ്രിയപ്പെട്ടവരെ, ആഖിറത്തിൽ രക്ഷപ്പെടണോ? ഹബീബിനെ പിടിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, അത് ഹബീബ് തങ്ങളെ പിടിക്കലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ നാമം ചുംബിച്ചതിന്റെ പേരിൽ 200 കൊല്ലം ജീവിച്ച് ആ 200 കൊല്ലത്തിനിടക്ക് ഒരു നന്മയും ചെയ്യാതെ മരിച്ചുപോയ ഒരു മനുഷ്യന് ബനൂ ഇസ്രായേലിൽ അവർ മരിച്ചപ്പോ ആ മനുഷ്യന്റെ ശർറ് തീർന്നല്ലോ എന്ന നിലക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന മനുഷ്യന് ആ മനുഷ്യൻ മരിച്ചപ്പോ ആ മനുഷ്യനെ ബനൂ ഇസ്രായേലര് കുളിപ്പിക്കാതെ കഫൻ ചെയ്യാതെ ഒരു കുപ്പത്തൊട്ടയിൽ കൊണ്ടുപോയി തട്ടി, ഒരു വേസ്റ്റിൽ പോയി കൊണ്ടുപോയി തട്ടി, കുളിപ്പിച്ചില്ല, കഫൻ ചെയ്തില്ല. അയാൾ മരിച്ചതെല്ലാവർക്കും സന്തോഷമായി. ആളുകൾ പിടിച്ചിട്ട് ഇയാളെ കൊണ്ടുപോകുന്നു. മഹാന്മാരായ സാദാത്തുക്കളൊക്കെ നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി തങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവിടെ എത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവരെത്തിയാലും എത്തിയില്ലെങ്കിലും കുറച്ചും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമുക്ക് ഇൻഷാ അല്ലാഹ് സ്വലാത്തും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടതുണ്ട്. ബനൂ ഇസ്രായേലര് അങ്ങനെയുണ്ടല്ലോ, ചില ആളുകൾ ഉപകാരമില്ല എന്ന് മാത്രമല്ല, എല്ലാരെയും എങ്ങനെ ബുദ്ധിമുട്ടാക്കാൻ പറ്റുന്നു ആ നിലക്കൊക്കെ നോക്കും. അതൊരു ഇഷ്ടമായി കാണുന്ന കുറെ ആളുകളുണ്ട്. ഉപകാരം ചെയ്യണില്ല, ഉപദ്രവം ചെയ്യാതിരിക്കണ്ടേ. പക്ഷെ ഇയാള് ബനൂ ഇസ്രായേലിക്കൊക്കെ ഇയാളൊരു ഭാരമായിരുന്നു. അങ്ങനെ ഇയാൾ മരിച്ചപ്പോ എല്ലാവരും സന്തോഷിച്ചു. അങ്ങനെ ഇയാളെ കുളിപ്പിച്ചുമില്ല, മറമാടി കഫൻ ചെയ്തതുമില്ല. അയാളെ കൊണ്ടുപോയി ഒരു കുപ്പത്തൊട്ടി കൊണ്ടുപോയി തട്ടി. അങ്ങനെ തട്ടി തിരിച്ചു പോന്നതിന് ശേഷം മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അല്ലാഹു തആല വഹ്യ് കൊടുക്കുന്നു. മൂസ നബിയേ, ഇന്ന സ്ഥലത്തൊരു മയ്യത്തുണ്ട്, ബനൂ ഇസ്രായേലർ കുളിപ്പിച്ചിട്ടില്ല, കഫൻ ചെയ്തിട്ടില്ല. ആ മയ്യത്തിനെ എടുത്തിട്ട് മയ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണം മൂസ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മയ്യത്തെടുത്തു, കഫൻ ചെയ്തു, നിസ്കരിച്ചു, വേണ്ടതൊക്കെ ചെയ്തു. ബനൂ ഇസ്രായേലർ ഒന്നായിട്ട് എന്തേ മൂസ എല്ലാവരെയും വെറുപ്പിക്കപ്പെട്ട, ഒരിക്കലും ജീവിതത്തിൽ നന്മ ചെയ്യാത്ത ആ മനുഷ്യനെ നിങ്ങൾ ഇത്ര പരിഗണിച്ചതെന്ന് ചോദിച്ചപ്പോ മൂസ നബി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഓ റബ്ബേ വബിമദാലിക
ഇത്രയും വലിയ ബഹുമാനം എന്തിന്റെ പേരിലാണ് കൊടുത്തതെന്ന് ചോദിക്കുമ്പോ മൂസ നബിയോട് അല്ലാഹ് പറയാണ്, ഇന്നഹു ഫതഹ തൗറാത്ത യൗമാ മൂസ, ഇദ്ദേഹം നന്മ ചെയ്തിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു നന്മ അയാൾ ചെയ്തു പോയി, ആ നന്മ ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. 1000 നന്മ ചെയ്തിട്ട് കാര്യമില്ല, പടച്ച റബ്ബ് സ്വീകരിക്കണം, അപ്പോഴേ ഫലമുള്ളൂ. ആമിറുൽ ഖൈസിന്റെ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1000 റക്അത്ത് ഒരു ദിവസം നിസ്കരിച്ചിട്ട് അതിൽ ഒരു റക്അത്ത് സ്വീകരിച്ചോ എന്നറിയാത്തതിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞ മഹാനാണല്ലോ ആമിറുൽ ഖൈസ് തങ്ങൾ. എന്നാൽ മഹാനായിരിക്കുന്ന മൂസ നബിയോട് അല്ലാഹു തആല പറയുന്നു, മൂസ, ഈ മനുഷ്യൻ ഒരു നന്മ ചെയ്തു ജീവിതത്തിൽ, അതെന്താണെന്നറിയോ? ഇന്നഹു ഫതഹ തൗറാത്ത്, ഒരിക്കൽ അദ്ദേഹം തൗറാത്ത് തുറന്നുപോയി. ഫവജദ ബിഹാ, തുറന്ന പേജില് അദ്ദേഹം കാണുന്നത് ഇസ്മ മുഹമ്മദ്, പിൻകാലത്ത് വരാനുള്ള ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടത്തെ പേരാണ് കണ്ടത്. മറിച്ച പേജിൽ തന്നെ കാണുന്നത് മുത്തുനബിയുടെ നാമമാ. ആ നാമം കണ്ടപ്പോ ആ മനുഷ്യനാ തൗറാത്തൊന്ന് ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് ആ നാമമൊന്ന് സ്നേഹത്തിന്റെ ചുംബനം ചുംബിച്ചു പോയി. മുത്തുനബിയുടെ ആ പേര് ഒന്ന് ചുംബിച്ചു പോയി. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് ഞാൻ പുറത്തു കൊടുത്തുപോയി. എന്റെ ഹബീബിനെ മഹബത്ത് വെച്ച്, എന്റെ ഹബീബിനെ സ്നേഹിച്ച് നാമം ചുംബിച്ച ആ മനുഷ്യനെ എനിക്ക് വെറുക്കാ കഴിയൂല മൂസ. അതുകൊണ്ട് മൂസ, ജനങ്ങളൊക്കെ വെറുത്താലും ഞാൻ അയാളെ വെറുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ തിന്മകളൊക്കെ പുറത്തു കൊടുത്തു മൂസ. അതുകൊണ്ട് ദോഷം പൊറുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ആഖിറം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, ഖബറിൽ രക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങളോടും ഈ സ്വലാത്ത് വാർഷികത്തിൽ വെച്ച് പറയട്ടെ, നിങ്ങൾ സ്വലാത്ത് പെരുപ്പിച്ച് ചെല്ലണം. പെരുപ്പിച്ച് ചെല്ലിയാൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഏത് ഘട്ടങ്ങളിലും നമ്മോടൊപ്പം മുത്തുനബി വരണോ, മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലിക്കോ. മുത്തുനബി തങ്ങളെ കുറിച്ച് പറയുന്നത് കണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, ഇന്ന ദുആഅ മൗഖൂഫുൻ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമിയുടെ ഇടയിൽ നമ്മുടെ പ്രാർത്ഥന തടഞ്ഞു നിർത്തുമ്പോലോ മുഅ്മിനീങ്ങളെ, ലാ യുസ്അദു മിൻഹു ശൈഉൻ, നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് ഒരു വസ്തുവും ആകാശത്തിലേക്ക് കയറ്റപ്പെടുന്നില്ല. ഹത്താ തുസല്ലിയ അലാ നബിയിക, നീ നിന്റെ നബിയായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടത്തെ പേരിൽ സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലാതെ നിന്റെ ദുആ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നില്ല. ദുആ തടഞ്ഞു നിർത്തപ്പെടുകയാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. الرحمن الرحيم